2026 നല്ലതായിരിക്കുമോ? നല്ലത് പറയണം, നല്ലത് പറഞ്ഞാലേ അത് നടക്കുകയുള്ളൂ. നല്ലതായിരിക്കുമോ? ചിലപ്പോൾ ഇത്തിരി വിഷമമൊക്കെ വരും, എന്നാലും നല്ലതായിരിക്കും. അത് പറഞ്ഞോണം കേട്ടോ. എല്ലാം ഈശോ നല്ലതാക്കി മാറ്റും. എന്നെ സംഭവിച്ചാലും അത് പറഞ്ഞുകൊണ്ടിരിക്കണം, എനിക്ക് 2026 നല്ലതായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിന്ന് ഈ ഒരു കുറച്ച് സമയം ഒന്ന് സംസാരിക്കാനും ആഗ്രഹിക്കുന്നത് എല്ലാം നല്ലതാക്കി തീർക്കുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു സാന്നിധ്യത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥമൊക്കെ ഇങ്ങനെ ആഴത്തിലൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ഇസ്രായേൽക്കാർ ഇങ്ങനെ ഒത്തിരി സഹനങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ അവർക്ക് വലിയ പ്രത്യാശ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ പ്രവാചകന്മാർ, അല്ലേ? അടിമത്തത്തിൽ അവർ കഴിയുന്നു, പ്രവാസത്തിൽ കഴിയുന്നു, ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സമയത്തെല്ലാം ദൈവം കൃത്യമായ സമയത്ത് ഓരോ പ്രവാചകന്മാരെ അയച്ച് അവർക്ക് വലിയ പ്രത്യാശ കൊടുത്തുകൊണ്ടിരുന്നു. നിങ്ങളുടെ ഭാവി നല്ലതായിരിക്കും. അവർ അടിമത്തത്തിലേക്ക് പോകാൻ, പ്രവാസത്തിലേക്കൊക്കെ പോകാൻ വേണ്ടി പല കാരണങ്ങളുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നൊരു കാര്യമാണ് അവരുടെ പാപങ്ങൾ അവരെ അടിമത്തത്തിലേക്ക് കൊണ്ടെത്തിച്ചു. പക്ഷെ ആ പാപങ്ങളെല്ലാം ക്ഷമിക്കാനും ആര് തയ്യാറായി? കർത്താവ് തയ്യാറായി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവരോട് പറഞ്ഞില്ല, നിങ്ങൾ ആ പാപത്തിലേക്ക് നോക്കിയിരിക്കില്ലെങ്കിൽ നിങ്ങളെ ആ പാപത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളെ എന്നേക്കുമായിട്ട് ശപിച്ച് തള്ളിക്കളയാൻ പോവാണ്. ഇതൊന്നും അല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾ തെറ്റ് ചെയ്തു, ഓക്കെ, നിങ്ങൾ അബദ്ധം ഉണ്ടാക്കി, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോയി, എന്നാലും ഞാൻ നിങ്ങളെ കൈവിടില്ല. നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരിലൂടെയും വീണുപോയ ജനത്തോട് കർത്താവ് പറഞ്ഞ എങ്ങനെയാണ്? നിങ്ങളുടെ ഭാവി നല്ലതായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു വർഷം മുഴുവൻ എടുത്താൽ ചിലപ്പോൾ ഒത്തിരി പാപങ്ങൾ, ഒത്തിരി അബദ്ധങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകും, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ വീഴ്ചയിലേക്കൊന്നും നോക്കാനല്ല ഈശോ പറയുന്നത്. നിങ്ങൾ ചെയ്തു പോയ ആ പാപങ്ങളുടെ പേരിലൊക്കെ നിങ്ങളെ കെട്ടിത്തൂക്കാൻ പോകാമെന്നല്ല കർത്താവ് പറയുന്നത്. ഈശോ അത് ക്ഷമിച്ച് നമ്മളോട് പറയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിനക്കൊരു നല്ല ഭാവി, അനുഗ്രഹത്തിൻ്റെ ഒരു നല്ല 2026 നിനക്കുണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ. നല്ല വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നല്ല 2026 ഉണ്ടാകുമോ? നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് ഓർത്ത്, ദൈവമേ ഞാൻ ഇങ്ങനെയൊക്കെ തല്ലിപ്പൊളിയൊക്കെ ആയിരുന്നു, എനിക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റി, ഇഷ്ടംപോലെ സങ്കടങ്ങളായിരുന്നു, ഇനി 2026 എന്താവോ ആവോ എന്നൊക്കെ ഇങ്ങനെ നമ്പറൊക്കെ ആൾക്കാർ ഇപ്പോഴേ കൂട്ടി തുടങ്ങി. 6 2 8, 8 2 10. കഴിഞ്ഞ വർഷം വലിയ പണി കിട്ടി, അടുത്ത കൊല്ലം 10ൻ്റെ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആൾക്കാർ ന്യൂമറോളജിയൊക്കെ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഒരു പൂജ്യം കൂടെ ഉണ്ട്. ചിലരങ്ങനെ വട്ടപ്പൂജ ആകും എന്നൊക്കെ വിചാരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈശോയുടെ വചനം കേൾക്കുന്ന, ഈശോയുടെ വചനം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് 0 അല്ല 8 അല്ല 10 അല്ല, കർത്താവ് അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തിലെ സുന്ദരമായൊരു വായനയാണ് ഈ ജനസിസ്, ഉൽപ്പത്തി പുസ്തകം 26:12. പിന്നീട് വായിച്ചാൽ മതി. ഇസ്ഹാക്കിനെ കർത്താവ് അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഇസ്ഹാക്ക് മാത്രമല്ല, ഈ പൂർവ്വപിതാക്കന്മാരിൽ ഇച്ചിരി മിടുക്കനായിട്ട് നിന്ന ഒരാളാണ്. മിടുക്കെന്ന് വെച്ചാൽ ഒറ്റ കല്യാണം കഴിച്ചോളൂ, വേറെ ആരെയും കിട്ടാഞ്ഞിട്ടല്ല, ബാക്കി എല്ലാവരും ഇഷ്ടംപോലെ കല്യാണം കഴിച്ചു. ഇസ്ഹാക്ക് മാത്രം ഒറ്റ ഭാര്യയോട് ഇങ്ങനെ വിശ്വസ്തയോടെ നിന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ മനസ്സമ്മതത്തിൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് എടുത്ത് പ്രാർത്ഥിക്കുന്നതാണ്, ഇസ്ഹാക്കിന് റബേക്കായെ കൊടുത്തതുപോലെ. അബ്രഹാം സാറായൊക്കെ ലാസ്റ്റത്തെ സമാപന പ്രാർത്ഥനയിലേ ഉള്ളൂ, റാഹേലും യാക്കോബൊക്കെ ലാസ്റ്റേ ഉള്ളൂ. പക്ഷേ ആദ്യത്തെ പ്രാർത്ഥന എങ്ങനെയാണ്? ഇസ്ഹാക്കിന് റബേക്കായെ കൊടുത്തതുപോലെ കർത്താവെ ഇവരെ രണ്ടുപേരെയും അനുഗ്രഹിക്കണേ. ആൾ ഭയങ്കര ഫെയ്ത്ത്ഫുള്ളായിരുന്നു, മിടുക്കനാണ്. ഇപ്പം ഈ ഇസ്ഹാക്കിനെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് പറഞ്ഞതനുസരിച്ച് ഇസ്ഹാക്ക് ആ വർഷം അവിടെ വിളവിറക്കി, ആ വർഷം തന്നെ 100 മേനി വിളവ്, ഇല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കർത്താവ് അവന് കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം 2026 നമുക്ക് 10 മേനി 100 മേനി, നല്ല വലിയ മേനി ഒന്നുമല്ല, 100 മേനി കർത്താവ് തരണം നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം ഇതെപ്പോഴും ജനത്തിനൊരു പ്രതീക്ഷയായിരുന്നു. ഇപ്പം നമ്മൾ ഇസ്ഹാക്കിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല, ഇസ്രായേൽ ജനം ഓരോ സങ്കടങ്ങളിൽ അവർ തന്നെ വരുത്തി വെച്ച സങ്കടം, അവർക്ക് വേണ്ടി കർത്താവ് അവരെ ഒന്ന് ഡിസിപ്ലിൻ ചെയ്തെടുക്കാൻ വേണ്ടി കർത്താവ് കൊടുത്ത ചില സഹനങ്ങൾ, എല്ലാ വേദനയിലും അവരോട് കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകും. പലതരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറഞ്ഞേ, എനിക്ക് ഒരു നല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ആവിയെ വരത്തുള്ളൂ. പറ, എനിക്ക് നല്ല ഭാവിയുണ്ട്. നമ്മൾ സങ്കീർത്തനത്തിലും സുഭാഷിതങ്ങൾ പ്രഭാഷണങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്, ജോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിനക്കൊരു നല്ല ഭാവി ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അത് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കണം, നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കണം. വട്ടപൂജ്യമായിട്ട് നിൽക്കുമ്പോഴും ആ പൂജ്യത്തിൻ്റെ മുകളിൽ ഒരു വട്ടവും കൂടെ വരച്ച് അതിൻ്റെ മുകളിൽ കയറി കർത്താവെ 1 എന്ന് പറഞ്ഞ് 100 നിന്നോണം. എല്ലാം കർത്താവ് നല്ലതാക്കി മാറ്റും. ഈ വേദനകളിലൂടെ എല്ലാം കർത്താവ് നമുക്ക് നന്മ കൊണ്ടുതരും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം ഇസ്രായേൽ ജനത്തിന് ഇങ്ങനെ പ്രതീക്ഷ കൊടുത്ത, പ്രത്യാശ കൊടുത്ത, കർത്താവിൻ്റെ നാവായിട്ട് നിന്ന വലിയ പ്രവാചകന്മാരിൽ ഒരാളാണ് ഏശയ്യാ പ്രവാചകൻ. അവർക്ക് ഏറ്റവും വലിയ പ്രത്യാശയുടെ വാർത്ത കൊടുത്തത് ഏശയ്യാ പ്രവാചകനാണ്. എന്താണ് വാർത്ത? ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കും, ഇമ്മാനുവൽ പ്രവചനം, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. എന്താണ് വാക്കിൻ്റെ അർത്ഥം? ദൈവം
നമ്മോട് കൂടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാസത്തിലായിപ്പോയ, സങ്കടത്തിലായിപ്പോയ, സഹായിക്കാൻ ദൈവം പോലും ഉണ്ടാകുന്നില്ലേ എന്ന് ചോദിച്ചു പോയൊരു ജനത്തിൻ്റെ മുമ്പിലേക്ക് ഏശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് കൊടുത്ത ഏറ്റവും വലിയ പ്രത്യാശയാണ് ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. പറഞ്ഞേ ഹല്ലേലൂയ. ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ എന്നതൊക്കെ സംഭവിച്ചാലും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൺമുമ്പിൽ സ്വപ്നങ്ങളൊക്കെ ആദ്യത്തെ മാസം തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് കാണേണ്ടി വന്നാലും അപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഈ വാക്കുണ്ടാകണം, ഇമ്മാനുവൽ, ദൈവം എൻ്റെ കൂടെ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം 2025 ഇങ്ങനെ ഒരു കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചു. ഒത്തിരി നാളുകളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കുഞ്ഞുവാവനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5-6, എൻ്റെ ഓർമ്മയിൽ ഒരു 6 വർഷത്തിന് അടുത്തെങ്ങാണ്ടായി ഇവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ വർഷം അതിൻ്റെ 2025 ഒരു വലിയ വാർത്ത ഈശോ കൊടുത്തു, വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഒത്തിരി നാളത്തെ പ്രാർത്ഥന, ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ ചേച്ചി പ്രഗ്നൻ്റായി. വലിയ സന്തോഷം. ഇച്ചിരി ലേറ്റ് മാരേജ് ഒക്കെ ആയിരുന്നു, അതിൻ്റെ ഒരു സങ്കടം. പക്ഷെ ഇവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങോട്ട് പോയി. ഇവർക്കൊരു വിഷമമായിരുന്നു, ഒരു കുഞ്ഞുവാവ വേണം, ആഗ്രഹമൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പ് പ്രാർത്ഥനയൊക്കെ ശേഷം ചേച്ചി പ്രഗ്നൻ്റായി. വലിയ സന്തോഷം. എന്നെ വിളിച്ചറിയിച്ചു, അച്ഛൻ ഇനിയും പ്രാർത്ഥിക്കണേ, വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞായിട്ട് അത് മാറണം, ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, എല്ലാം പ്രാർത്ഥിച്ചു. അവർ ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളൊക്കെ പോകുന്ന നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചേച്ചി ഇങ്ങനെ എവിടെയോ ടോയ്ലറ്റിലോ അങ്ങോട്ടോ തെന്നി വീണു. പിന്നെ അത് അബോർട്ടഡായിപ്പോയി കുഞ്ഞ്. നമ്മൾ ആ സങ്കടത്തെയൊക്കെ എന്നാ പറയും? കേട്ട് അച്ഛൻ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് എന്നെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്നാ പറയണേ? സാരമില്ലെന്നോ, കർത്താവിനൊരു പദ്ധതി ഉണ്ടെന്നോ, ഇനിയും നല്ലത് വരുമെന്നോ, 2026 നല്ലതാകുമെന്നോ, നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സമയമാണ്. പക്ഷെ ഇവർ അതിജീവിച്ചു. എനിക്കൊരു അത്ഭുതം പോലെ തോന്നിപ്പോയി. ചിലപ്പോൾ നമ്മുടെ മാനുഷികമായ വാക്കുകളൊന്നും കിട്ടാതെ വരുന്ന സമയത്ത് കർത്താവിൻ്റെ സ്വരം അവർ കേൾക്കും. ചില സമയത്ത് അത് കേട്ടു. അത് ഇത്രയും നോക്കിയാൽ ഇത്രയും കാലം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഈശോ വലിയൊരു അനുഗ്രഹമായിട്ട് കൊടുത്തു. പക്ഷേ പെട്ടെന്നൊരു ആക്സിഡൻറ്റ്, വീണു, കുഞ്ഞുവാവ നഷ്ടപ്പെട്ടു പോവാണ്, അബോർട്ടഡായി പോവാണ്. ഏറ്റവും ഇരുട്ടാണ്. അവരോടൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? ഇനി എങ്ങനെ ആശ്വസിപ്പിക്കും? അത്രയും വലിയ വേദനകളിലും ഇരുട്ടുകളിലും ഒക്കെ മനുഷ്യരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നൊരു ബോധ്യമാണ്, എല്ലാം കർത്താവ് നല്ലതാക്കി മാറ്റും. കണ്ണ് നിറഞ്ഞൊഴുകുമ്പോഴും ആ കണ്ണ് തുടച്ച് കണ്ണ് തുറന്നു നോക്കിയിട്ട് അവർ പറയും, എൻ്റെ കർത്താവ് എനിക്കെല്ലാം നന്മയാക്കി മാറ്റും. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരിയെ പോലെ, ആ ചേച്ചിയെ പോലെ ഒന്നും ചിലപ്പോൾ നമ്മളാരും, ഞാനോ നിങ്ങളോ ഒന്നും സങ്കടപ്പെട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ കയ്യിൽ ഇതിങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കണം. അവരൊരു കൊച്ചിനെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മളിപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കിട്ടി, ഈ വർഷം തന്നെ ഇത് ശരിയാകും, എന്തോ ആവട്ടെ, കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തട്ടി തെറിച്ച് പോവാണ്. നമ്മളിങ്ങനെ പറയില്ലേ, ചുണ്ടിനും ട്രോഫിക്കും ഇടയിൽ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയില്ലേ, കൈ കിട്ടും പോകുന്ന സമയത്തേക്ക് നഷ്ടപ്പെടുക. ഇതിന് ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരു കണ്ണുനീരൊരു സങ്കടം വരിക. നമ്മൾ എന്നാ ചെയ്യും? ഭാവി ഐശ്വര്യപൂർണ്ണമാകുമെന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഏറ്റെടുത്തേ. ഏറ്റവും വിഷമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്തും കർത്താവെ, ഇനി എങ്ങനെയാവും എൻ്റെ മുമ്പോട്ടുള്ള ജീവിതം? കർത്താവ് പറയാണ്, നിനക്കൊരു നല്ല ഭാവി ഉണ്ടാകും. അവിടെ വിശ്വസിച്ചുണ്ട്. ഈ ചേച്ചി, ആ സഹോദരിയുടെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസം എന്നറിയോ? ഇപ്പോഴും കർത്താവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കൊച്ചുപോയി, ആര് കൂടെ ഉണ്ട്? നമ്മൾ വിചാരിക്കും ദൈവമേ വട്ടായിപ്പോയെന്ന് വിചാരിക്കും, അല്ലേ? മാനസികമായിപ്പോയെന്ന് വിചാരിക്കും. ആ സങ്കടത്തെ ഒന്ന് മനസ്സിലാക്കാൻ പോലും ഇയാൾക്ക് പറ്റുന്നില്ലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ആ സഹനത്തിനും സങ്കടത്തിനും ആ കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയ്ക്കും മുകളിൽ ഈ സഹോദരിയുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തൊരു ബോധ്യമാണ്, ദൈവം ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഈ പറഞ്ഞു വരുന്ന വാക്ക് ഇതാണ്, ഏശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് കൊടുത്ത ഏറ്റവും വലിയ പ്രത്യാശ. ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, ഇത് ഇന്നിപ്പോൾ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ, ഈ ഒരു വലിയ വേദനയുടെ കടന്നുപോയ സഹോദരി കുഞ്ഞിനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ ആ വേദന തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരു ഷോക്കിലായിരിക്കും. അപ്പോഴും ആ വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അവാച്യമായ നെടുവീർപ്പോടെ പറയാണ്, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. പലതരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനിലൂടെ കർത്താവ് പറയുന്ന ഒരു വചനം ഒരു വലിയൊരു കാര്യമാണ്. നിങ്ങൾ ബൈബിളൊന്ന് അടയാളപ്പെടുത്തിയിട്ട് വായിക്കുന്ന നല്ലതാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാമത് അധ്യായം. അതായത് ഈ ഒരു കുഞ്ഞ് ജനിക്കും, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞ് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഉണ്ടാകും, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ആ ദൈവം നിങ്ങൾക്കൊരു രാജാവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രവാചകനിലൂടെ കർത്താവ് അരുളിച്ചെന്ന കാര്യമാണ്. നമുക്ക് ആ വചനഭാഗം ഒന്ന് എടുക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് അടയാളപ്പെടുത്തിയിട്ടു എല്ലാവരും ചേർന്ന് നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോവും,
യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 1-ാം വാക്യം. എല്ലാവരും ചേർന്ന് വായിക്കുന്നു. എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും, നിന്റെ വിഷമം മാറുമെന്ന്. ദുഃഖത്തിൽ വീണുപോയ ഈശോയുടെ മകന്, ഈശോയുടെ മകൾക്ക് ഈ സമയത്ത്, ഈ വചനം കേൾക്കുന്ന സമയത്ത് കർത്താവ് പറയണം, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും. ഇത് ചുമ്മാ നമ്മളെ ഒരു പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ ഒരു തട്ടിൻ്റെ പൊക്കത്ത് കയറ്റി നിർത്തുകയല്ല, പറയുന്നത് കർത്താവിൻ്റെ വചനമായതുകൊണ്ട് ഒരു കലർപ്പുമില്ല, നമുക്കത് വിശ്വസിക്കാം. ദുഃഖത്തിലാണ്ടുപോയ നിന്റെ ദുഃഖം കർത്താവ് എടുത്തു മാറ്റും, നിന്റെ അന്ധകാരം കർത്താവ് നീക്കിക്കളയും. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസം പറഞ്ഞേ ഹല്ലേലൂയ. ഇനിയുള്ള വചനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ആദ്യകാലങ്ങളിൽ സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിനിരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാനക്കരെയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. ഒത്തിരി സങ്കടങ്ങളുണ്ടായി, കർത്താവ് അനുവദിച്ച വേദനകളുണ്ടായി. പക്ഷെ ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, നിനക്ക് കഴിഞ്ഞ വർഷം ഒത്തിരി സങ്കടം ഉണ്ടായി, ഒത്തിരി വേദനകളുണ്ടായി, നീ നിന്ദനത്തിനിടയായി. എന്നാൽ നിനക്ക് അടുത്ത നാളുകൾ, നിന്റെ ഭാവി ഐശ്വര്യപൂർണ്ണമായിരിക്കും, നിന്റെ സങ്കടങ്ങൾ മാറി നിന്റെ മുന്നോട്ടുള്ള ജീവിതം മഹത്വമുള്ളതായിരിക്കും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ പ്രവാചകൻ ഏതോ ഒരു കാലത്ത് ഏതോ ഒരു ജനതയ്ക്ക് വേണ്ടി എഴുതി കൂട്ടിയതായിട്ട് നിങ്ങൾ കരുതരുതേ. പരിശുദ്ധാത്മാവ് അന്നും ഇന്നും ആക്റ്റീവാണ്. അന്ന് പ്രവാചകനോട് സംസാരിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് അന്ധകാരത്തിൽ, ഒരു വേദനയിൽ, ദുഃഖത്തിൽ ആണ്ടുപോയ എന്നോട് ഇന്ന് കർത്താവിന് സംസാരിക്കാനുള്ള ഇതാണ്, മകനെ, മകളെ, നിന്റെ ദുഃഖം മാറും, നിന്റെ അന്ധകാരം മാറും. നിന്റെ തുടക്കം മോശമായിരുന്നു. ജോബിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, നിന്റെ തുടക്കം ഏറ്റവും എളിയതായിരുന്നെങ്കിലും നിന്റെ മുന്നോട്ടുള്ള ജീവിതം, നിന്റെ അവസാനം ഏറ്റവും അനുഗ്രഹമായിട്ട് മാറും. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നിനക്ക് കർത്താവ് കുറച്ച് നിന്ദനങ്ങൾ അനുവദിച്ചു, വേദനകൾ അനുഭവിച്ചു. ചില നിന്ദകൾക്ക്, വേദനകൾക്കൊക്കെ നീ ഇരയായി, പാത്രമായി. പക്ഷെ നിന്റെ ഭാവി ഐശ്വര്യമുള്ളതായിരിക്കും. നിന്റെ വേദനകൾ കർത്താവ് എടുത്തു മാറ്റും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, 2-ാമത്തെ വാക്യം. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. ദുഃഖത്തിലായിരുന്ന ഒരാൾ, അന്ധകാരത്തിലായിരുന്ന ഒരാൾ അതിൽ നിന്ന് കയറി വരുന്നു. തുടക്കം മോശമായിരുന്ന ഒരാൾ അടുത്തൊരു ലെവലിൽ എല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്നു. ഇരുട്ടിലായിപ്പോയ ഒരാൾ പ്രകാശം കാണുന്നു. വചനം തുടർന്ന് ഇങ്ങനെ പറയുക, കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. ഇനിയുള്ള വചനങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. ആ വചനം അതിൻ്റെ കൂടെ ഒന്ന് വായിച്ചു പോകണം കേട്ടോ. കർത്താവ് അവരെ വർദ്ധിപ്പിച്ചു, അവർക്ക് വലിയ ആനന്ദം നൽകി. ഇനി അതിൻ്റെ അവസാനം, 3-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്, അവരങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു. 4-ാം വാക്യം. അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ഡും മർദ്ദകൻ്റെ വടിയും മീദിയാൻ്റെ നാളിൽ എന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഒത്തിരി പ്രോമിസുകൾ കൊടുക്കുകയാണ്. ഭാവിയിൽ ഒരു രാജാവ് വരും, നിന്റെ ഭാവി ഐശ്വര്യപൂർണ്ണമായിരിക്കും, അന്ധകാരമൊക്കെ മാറും, വേദനകളൊക്കെ മാറും, കർത്താവ് നിന്റെ മുമ്പോട്ടുള്ള വഴികളെ അനുഗ്രഹിക്കും, നിന്റെ മുമ്പിൽ നിന്ന് ഈ തടസ്സങ്ങളൊക്കെ മാറ്റും. പ്രോമിസ് കൊടുക്കുകയാണ്. പക്ഷെ ആ പ്രോമിസ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു തരിക. 9-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് വായിക്കുക. എൻ്റെ അന്ധകാരം മാറുന്നതും, എൻ്റെ ദുഃഖം മാറുന്നതും, എൻ്റെ വേദനകൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതും, എന്നെ തകർത്ത് കളയാൻ ശ്രമിച്ചതെല്ലാം എൻ്റെ കൺമുമ്പിൽ തകർന്നു വീഴുന്നതും ഒക്കെ ഒറ്റ കാര്യത്തിലാണ്. 9-ാമത്തെ അധ്യായം 6-ാം വാക്യം എല്ലാവരും ചേർന്ന് ഉറക്കെ വായിച്ചേ. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈശോയെക്കുറിച്ചാണ്. ഇപ്പം എൻ്റെ അന്ധകാരം മാറും, എൻ്റെ വേദന മാറും, എൻ്റെ ദുഃഖങ്ങൾ മാറും, എൻ്റെ തുടക്കം മോശമായിരുന്നെങ്കിലും എനിക്ക് മുന്നോട്ടുള്ള എൻ്റെ ഭാവി ജീവിതം അനുഗ്രഹമാകും. കാരണം എന്താണ്? ഞാൻ കുറേയും കൂടെ നന്നായിട്ട് പുതിയ വർഷം അധ്വാനിച്ചു, ഞാൻ കുറേയും കൂടെ മസിൽ പിടിച്ചു, ഞാൻ കുറേയും കൂടെ എൻ്റെ ബുദ്ധി പ്രയോഗിച്ചു. ആണോ? അല്ല. നമ്മൾ ഇത്രയും കാലം നമ്മുടെ ബുദ്ധി പ്രയോഗിച്ചു, നല്ലതാണ്. നമ്മുടെ ആരോഗ്യം നമ്മൾ ഉപയോഗിച്ചു, നമ്മുടെ പ്ലാനുകൾ, പദ്ധതികളൊക്കെ നമ്മൾ തയ്യാറാക്കി. അതിലല്ല ഭാവി അനുഗ്രഹമാകുന്നത്. ഈശോയുടെ വചനത്തെ വിശ്വസിക്കുന്ന ഒരു ഹൃദയത്തിലോട്ട് ഇത് ഏറ്റെടുത്തേ. നിൻ്റെ ഭാവി അനുഗ്രഹമാകുന്നതും, ഈ ഇരുട്ടിൽ നിനക്കൊരു വെളിച്ചം കിട്ടുന്നതും, ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്തും അടുത്ത കാല് വെക്കാനുള്ള ഒരു തരിവട്ടം നിനക്ക് കിട്ടുന്നതും ഒറ്റ കാരണത്തിലാണ്. നമുക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു രാജാവ് ജനിച്ചിരിക്കുന്നു, നമുക്ക് ഐശ്വര്യം തരുന്ന ഒരു പിതാവ് നമ്മുടെ കൂടെ ഉണ്ട്, ദൈവം നമ്മുടെ കൂടെ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. ആ ഒരൊറ്റ ബോധ്യത്തിലാണ് പ്രവാചകൻ പറയുക, ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങും, നിന്റെ മേലുള്ള ഐശ്വര്യക്കേട് മാറും. വേറെ ഒന്നും കൊണ്ടല്ല. നീ അവിടെ പോയി പ്രാർത്ഥിച്ചു, ഇവിടെ പോയി പ്രാർത്ഥിച്ചു, അയാളുടെ സഹായം തേടി, ഇയാളുടെ ഉപദേശം തേടി, ഇതിലൊന്നുമല്ല. ഒറ്റ കാര്യത്തിൽ
ഈശോ നിനക്ക് വേണ്ടി ഇവിടെ തന്നെ ഉണ്ട്. 6-ാം വാക്യം എന്തൊരു സുന്ദരമായൊരു വാക്യമാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലാണ്. കേട്ടുന്നുണ്ടോ? അതായത് 2026 മേലുള്ള അധികാരവും ആധിപത്യവും ആർക്കാണ്? ഈശോയ്ക്കാണ്. എൻ്റെ പദ്ധതികൾ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ എല്ലാത്തിൻ്റെ മേലും അധികാരം ആർക്കാണ്? ഈശോയ്ക്കാണ്. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ രാജാവ്, സ്നേഹിക്കുന്നൊരു പിതാവായിട്ട് ഈശോ കൂടെ നിന്ന് എൻ്റെ 2026 അനുഗ്രഹമാക്കും. വലതുപേരോർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അനുഗ്രഹം ആവൂലേ? ആകും. ഈ വർഷം എത്ര മാസമുണ്ട് 2026? നിങ്ങൾക്കും 12 ഇതും പെട്ടെന്ന് കടന്നു, വളരെ പെട്ടെന്ന് ഈ വർഷവും കടന്നു. എല്ലാ ദിവസവും അനുഗ്രഹമായിട്ട് മാറും. ഈ ദുഃഖങ്ങൾക്കിടയിലും നിങ്ങളൊരു വെളിച്ചം കാണും. ആരെ കൂട്ടുപിടിച്ചാൽ? സകലരെയും പ്രകാശിപ്പിക്കുന്നൊരു പ്രകാശം അവരുടെ മേൽ വന്നു. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കും നമ്മൾ വായിക്കുന്നുണ്ട്. ആ പ്രകാശത്തെ തകർക്കാനോ മറച്ചു പിടിക്കാനോ ഒരന്ധകാരത്തിനും പറ്റിയില്ല. ആ പ്രകാശത്തിൻ്റെ പേര് ഈശോ എന്നാണ്. നമ്മുടെ വീട്, നമ്മുടെ ജോലി, നമ്മൾ ഇടപെടുന്ന മേഖലകളിലെല്ലാം ഒരു കംപ്ലീറ്റ് ഇരുട്ടിൽ പെട്ടുപോയാലും ഈശോയെ കൂട്ടുപിടിക്കുന്ന ഒരാൾക്ക് അടുത്ത കാല് വെക്കാനുള്ള വെട്ടം അവിടെ കിട്ടിയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ പ്രവാചകരുടെ കർത്താവ് പറയുക, നിങ്ങൾ എത്രയോ, ഈശോ ജനിക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞാണ്, നിങ്ങൾക്കുള്ള പ്രകാശം ആരാണ്? ഈശോയാണ്. നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം തരാൻ പോകുന്നത്, നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമായ ഒരു ഭാവി തരാൻ പോകുന്നത്, നിങ്ങളുടെ ആത്മാവിലൊരു നവീകരണം, നിങ്ങളുടെ മനസ്സിനൊരു ശക്തി, നിങ്ങളുടെ ശരീരത്തിന് ബലം എല്ലാം തരാൻ പോകുന്ന ആരാണ്? ഈശോയാണ്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. എന്നുവെച്ചാൽ മറ്റൊരു രീതി അത് വായിച്ചാൽ, ഈശോ അനുഗ്രഹിച്ചാൽ നിങ്ങൾ ശരിക്കും അനുഗ്രഹിക്കപ്പെടും. യോഹന്നാൻ 8:36 വായിക്കുക, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി നിങ്ങൾ പറയാണ്, ഇവിടെ ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, വലിയ അനുഗ്രഹമൊന്നും കിട്ടിയില്ല. അപ്പോൾ വേറൊരു ധ്യാനകേന്ദ്രത്തിൽ പോയി, നല്ല കാര്യം. 2-3 ധ്യാനകേന്ദ്രങ്ങളിൽ പോയി, അവിടെയൊന്നും അനുഗ്രഹം കിട്ടുന്നില്ല. അപ്പോൾ ആണ്ട് വേറെ അപ്പുറത്തെ സൈഡിൽ വേറെ എന്തൊക്കെയോ ഒരു ടൈപ്പ് ആരാധനയൊക്കെ നടക്കുന്നു, കുറേ തട്ടിപ്പും അവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ നടക്കുന്നു, അവിടെ ഒന്ന് പോയേക്കാം. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, 2026 ഇങ്ങനത്തെ ഉടായ്പകൾക്കൊന്നും പോകാതെ ഒരാളെ മാത്രം നോക്കുക. ആരെ? ഈശോയെ. ഇമ്മാനുവൽ, ദൈവം നമ്മുടെ കൂടെ. അന്ധകാരത്തിലായിപ്പോയവളുടെ ആ ഇരുട്ടിൽ കർത്താവ് വെളിച്ചമായിട്ട് നിൽക്കും. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ, ഈശോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ സുവിശേഷ വായനയുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. ലൂക്കാ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥമാണ് എടുത്തുകൊണ്ട് ഈശോ വായിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അടിച്ചമർത്തപ്പെട്ടവർക്കൊക്കെ സ്വാതന്ത്ര്യം, വിമോചനം, ബന്ധിതർക്ക് മോചനമൊക്കെ നൽകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്, കർത്താവിന് സ്വീകാര്യമായ വത്സരം. ഒരു സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ ഒരു വർഷം. കർത്താവ്, എനിക്ക് അടുത്തൊരു വർഷം നല്ലതാവണമെന്നല്ല, അടുത്ത 12 മാസം നല്ല സൂപ്പറായി പോകണമെന്നല്ല, അടുത്ത 12 മാസം നീ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിന് സ്വീകാര്യമായ ഒരു വർഷമായിരിക്കണം. അതാണ് ശരിക്കും ആത്മീയ മനുഷ്യർ തീരുമാനിക്കേണ്ടത്. എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു വർഷം, എനിക്ക് കുറച്ചുകൂടെ സമ്പാദിക്കാൻ പറ്റുന്നൊരു വർഷം, ഇതിലൊന്നും തെറ്റില്ല. നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ കായികാധ്വാനം, നിങ്ങളുടെ ബുദ്ധിശക്തിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിക്കുന്നു, നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ പൈസ ഉണ്ടാക്കുന്നു, നമ്മൾ നല്ലപോലെ ജീവിക്കുന്നു. പക്ഷേ അത് കർത്താവിന് സ്വീകാര്യമായൊരു വർഷമാണോ? പറഞ്ഞേ ഹല്ലേലൂയ. 2025 നമ്മൾ അധ്വാനിച്ചു, നമ്മൾ പഠിച്ചു, നമ്മൾ ജോലി ചെയ്തു, നമ്മൾ മിനിസ്ട്രി ചെയ്തു. ഇപ്പം കഴിഞ്ഞ 12 മാസങ്ങളിൽ 2025 എനിക്ക് തോന്നുന്നു, എനിക്ക് എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ വചനം പ്രഘോഷിച്ചു. അച്ചോ വെരി ഗുഡ് എന്ന് നാട്ടുകാർ പറയും, ഞാൻ തന്നെ പറയും. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ തന്നെ പറയും. പക്ഷേ ജിൻസച്ചാ കഴിഞ്ഞൊരു 12 മാസം അധ്വാനിച്ചിട്ട് ഇത് അച്ഛനീ ചെയ്തത് കർത്താവിന് സ്വീകാര്യമായ കാര്യമായിരുന്നോ? പറഞ്ഞത് വചനം തന്നെയാണ്, പറഞ്ഞത് കർത്താവിന് വേണ്ടി തന്നെയാണ്. പക്ഷെ അച്ഛൻ്റെ ജീവിതം നോക്കി കർത്താവ് ഒരു ജൂബിലി ആഘോഷിക്കുന്നുണ്ടോ? എന്നെ കുറ്റം പറഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി അല്ലേ? നിങ്ങളുടെ അവസ്ഥ കഴിഞ്ഞൊരു വർഷത്തെ 12 മാസത്തെ അധ്വാനത്തിൽ, പഠിത്തത്തിൽ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ അധ്വാനങ്ങളിൽ കർത്താവ് ആഹ്ലാദിക്കുന്നുണ്ടോ? കർത്താവിന് സ്വീകാര്യം ഒരു വർഷമായിരുന്നോ? നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് നോക്കി, ഈശോയെ 2024 മെച്ചപ്പെട്ടു 2025, അതിനെക്കാട്ടും മെച്ചപ്പെടണം 2026. ഇതൊക്കെ ലോക്കൽ പീപ്പിൾ ചിന്തിക്കുന്ന കാര്യമാണ്. ഈശോയുടെ മക്കൾ ചിന്തിക്കുന്നതാണ്, 2025 എനിക്ക് കർത്താവിന് സ്വീകാര്യമായൊരു വർഷം ഉണ്ടായിരുന്നു, 2026 അതിനേക്കാൾ കൂടുതൽ കർത്താവ് അഭിമാനിക്കുന്ന, കർത്താവ് എന്നെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു വർഷം എനിക്കുണ്ടാകും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ചിലപ്പോൾ അടുത്ത വർഷം പരീക്ഷ തോറ്റുപോകും, അടുത്ത വർഷം വലിയൊരു കടം വരും. പക്ഷെ അവിടെ കർത്താവിന് സ്വീകാര്യമായ രീതിയിലായിരിക്കണം ആ വർഷമെന്ന് നിങ്ങൾ
തീരുമാനിക്കുക. പരീക്ഷ പോയാലും ജീവിതം നഷ്ടപ്പെട്ടു പോയാലും എൻ്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടൊരു വർഷമായിരിക്കില്ല 2026. നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും, നിങ്ങളുടെ അടിമത്തങ്ങൾ അവസാനിക്കും, നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ സൗഖ്യവും ശക്തിയും നിറയും. 2026 കർത്താവിന് സ്വീകാര്യമായ വർഷമായിട്ട് മാറും. 2 കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവർക്കോ ചുറ്റുമുള്ളവർക്കോ സ്വീകാര്യമായൊരു വർഷമല്ല, ലോകത്തിന് സ്വീകാര്യമായ വർഷമല്ല. ആർക്ക് സ്വീകാര്യമായ വർഷം? കർത്താവിന് ഇതൊരു ജൂബിലി ആയിരിക്കണം. 2026 കൂടെ ജീവിക്കാൻ കർത്താവ് നമുക്ക് അനുവദിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കർത്താവിന് സ്വീകാര്യമായ വർഷമായിരിക്കണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. 2026 പൂർത്തിയാക്കും എന്ന് ഉറപ്പുള്ളവരാരെങ്കിലും ഒക്കെ ഉണ്ടോ ഇതിനകത്ത്? ഇല്ലേ? ചിലർ തലയാട്ടെന്ന് കണ്ടിട്ട് ഇപ്പം മരിച്ചു പോകണ പോലെയൊക്കെയുണ്ട്. പ്രതീക്ഷയൊന്നും ഇല്ലെന്ന് തോന്നല്ലേ. ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന കൂടുതൽ പേരും നിങ്ങൾ ഇതുവരെ മുറിച്ച ബർത്ത്ഡേ കേക്കുകൾ ഇനി മുറിക്കാൻ പോകുന്നില്ല. ഓക്കെ, സാഹിത്യം കൂടിപ്പോയതല്ല. ഇത്രയും കാലം കട്ട് ചെയ്ത കേക്കിൻ്റെ അത്രയും കേക്ക് ഇനി കട്ട് ചെയ്യാൻ പോകുന്നില്ല. ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഞാനും ചിലപ്പോൾ കട്ട് ചെയ്യലായിരിക്കും. എത്രയാണേലും ഇനി ഒരു 10 വർഷം ജീവിക്കട്ടെ, 100 വർഷം ജീവിക്കട്ടെ, അത്രയ്ക്കൊന്നും പോവില്ല കേട്ടോ. ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കല്ലേ. നിങ്ങൾ കുറേ പേര് അനുഗ്രഹമാണ്, എന്നാലും കുറച്ച് പേര് ഭാരമാവല്ലോ. ഈ ഒരൊറ്റ വർഷം നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ഇയർ ഓഫ് അവർ ലൈഫ്, 2026 നമ്മുടെ ഏറ്റവും അവസാനത്തെ വർഷമാണെങ്കിലും ആ വർഷത്തെ അടയാളപ്പെടുത്തേണ്ടത് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കണം: കർത്താവിന് സ്വീകാര്യമായ വർഷം. ഞാൻ കുറേയും കൂടെ അധ്വാനിച്ചു, ഞാൻ കുറേയും കൂടെ പഠിച്ചു, ഞാൻ കുറേയും കൂടെ കാര്യങ്ങൾ ചെയ്തു, ഞാൻ കുറേയും കൂടെ നന്നായിട്ട് മിനിസ്റ്റർ ചെയ്തു. ഞാൻ കുറേ ചെയ്ത വർഷമല്ല, ഞാൻ എന്നെ ചെയ്താലും ഇത് ആർക്ക് സ്വീകാര്യമായ വർഷമായിരിക്കണം? കർത്താവിന് സ്വീകാര്യമായി. എല്ലാ പുതുവർഷത്തിൻ്റെ ആദ്യത്തെ മാസങ്ങളിലും ഒക്കെ ഈ തീരുമാനമായിരിക്കണം എടുക്കേണ്ടത്. അടുത്ത വർഷം ഡിസംബറിൽ എത്തുമ്പോൾ തിരിഞ്ഞ് ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശൂന്യമായി പോയ 12 മാസമല്ല, കഴിഞ്ഞ 12 മാസം കർത്താവിന് സ്വീകാര്യമായിരുന്നു എന്ന് ഉറപ്പ് വരുത്തണം. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ ശക്തിപ്പെടുത്തേണ്ട പരിശുദ്ധാത്മാവ്. 2026 നമ്മളെ പരിശുദ്ധാത്മാവ് നയിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഈശോ തന്നിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്നാ പറയും? നിങ്ങൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? നമുക്ക് സ്വർഗം ഒരു പ്രോമിസായിട്ട് ഈശോ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മയെ തന്നിട്ടുണ്ട്. നമുക്ക് ശക്തിപ്പെടാൻ വേണ്ടി കൂദാശകൾ ഈശോ തന്നിട്ടുണ്ട്. നമുക്കൊരു കൂട്ടായ്മയായിട്ട് നിൽക്കാൻ വേണ്ടി സഭ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കെന്നാൽ ഈശോ തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം ഏതാണെന്ന് ചോദിച്ചാൽ എന്നാ പറയണം? വിശുദ്ധ കുർബാനയുണ്ടല്ലേ, ഈശോയുടെ ശരീരവും രക്തവും ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ വാഗ്ദാനം, ഏറ്റവും വലിയ പ്രോമിസ്, ഏറ്റവും വലിയ സഹായകൻ, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സഹായകൻ, ഇപ്പം ഞാൻ സഹായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ തരും. ആരെ? പരിശുദ്ധാത്മാവിനെ തരും. ശരിക്കും നമുക്ക് പറ്റിപ്പോകുന്നതെന്ന് അറിയോ? ചില സമയത്തൊക്കെ ഇങ്ങനെ ഈ പെന്തക്കോസ്താ തിരുനാൾ വരുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങ് പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കും. വേറൊരു സമയത്ത് നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഈശോയോട് വമ്പം കൂട്ടാണ്, നമുക്ക് പിതാവിനോട് ഭയങ്കര കൂട്ടാണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ബൈപ്പാസ് ചെയ്ത് കളയുന്ന, അല്ലെങ്കിൽ ഈ പെന്തക്കോസ്തായുടെ ഒരു 10-15 ദിവസം വരുമ്പോൾ മാത്രം നമ്മൾ ഓർക്കുവാണ് ഈ പരിശുദ്ധാത്മാവിനെ. പക്ഷെ അങ്ങനെയല്ല വേണ്ട. നിങ്ങൾ ഈ 2026 പരിശുദ്ധാത്മാവിനെ ശക്തമായിട്ടൊന്ന് കൂട്ടുപിടിച്ചേ. കഴിഞ്ഞ വർഷം നിങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു, പക്ഷേ ഈ വർഷം നന്നായിട്ട് ചെയ്യണം. ആരുടെ കൂട്ടുപിടിച്ചുകൊണ്ട്? പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ടൊന്ന് നന്നായിട്ട് ചെയ്യുക. ഈശോ പോലും ശുശ്രൂഷ ആരംഭിച്ചത് ആരെ കൂട്ടുപിടിച്ചിട്ടാണ്? നേരെ അങ്ങ് കയറി ചെല്ലായിരുന്നല്ലേ? 12-ാം വയസ്സിൽ പഞ്ച് ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനാണെന്ന് അറിഞ്ഞൂടെ? അത്രയും പറഞ്ഞ ഈശോയ്ക്ക് 30-ാം വയസ്സ് വരെ ഇങ്ങനെ കാത്തിരിക്കേണ്ട, ഇല്ലെങ്കിൽ ഈ ജോർദാനിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഈശോ അങ്ങനെ ഒരു കാര്യം ചെയ്തു. പരിശുദ്ധാത്മാവ് സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ മുമ്പോട്ട് പോവുകയാണ് കർത്താവ് തൻ്റെ മിനിസ്ട്രിയിൽ ചെയ്തത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ലോകത്തിലുള്ള തൻ്റെ മിനിസ്ട്രി, മാനുഷികമായ രീതിയിലുള്ള മിനിസ്ട്രിയൊക്കെ അവസാനിക്കുമ്പോൾ കുരിശിൽ കടന്നുകൊണ്ട് ഈശോ പറയുന്ന അവസാനത്തെ വാക്യങ്ങൾ ഇങ്ങനെയാണ്: പിതാവേ, അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എന്നുവെച്ചാൽ ആ ശുശ്രൂഷ ആരംഭിച്ചത് പരിശുദ്ധാത്മാവിലാണ്, ആ ശുശ്രൂഷ അവസാനിപ്പിച്ചതും ആരിലാണ്? പരിശുദ്ധാത്മാവ്. അപ്പസ്തോലിക സഭ വേണമെങ്കിൽ ശിഷ്യന്മാർക്ക് തുടക്കത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യാറുന്നല്ലേ. അവർ കുറേ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു. പക്ഷേ ഈശോ പറഞ്ഞു, വെയിറ്റ്, ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുക. ആ ശക്തി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പഴയതുപോലെയല്ല, 100 ഇരട്ടി പവറോടുകൂടി അവർക്കെല്ലാം തുടങ്ങാൻ പറ്റി, തുടരാൻ പറ്റി, ഏറ്റവും അനുഗ്രഹത്തോടെ അഭിഷേകത്തോടെ എല്ലാം പൂർത്തിയാക്കാനും പറ്റി. 2026 തുടങ്ങേണ്ടതും തുടരേണ്ടതും അവസാനിപ്പിക്കേണ്ടതും ഇത് കർത്താവിൻ്റെ സ്വീകാര്യമായ ഒരു വത്സരമായി തീരുന്നതും ഒറ്റ കാര്യത്തിലായിരിക്കണം: നിങ്ങൾക്ക് തന്നിട്ടുള്ള, എനിക്ക് തന്നിട്ടുള്ള സഹായകനായ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ.
കുഞ്ഞു കാര്യങ്ങളാവട്ടെ, നിങ്ങളുടെ പഠിത്തം മുതൽ നിങ്ങളുടെ വലിയൊരു പ്രൊജക്റ്റ്, നിങ്ങളുടെ വലിയൊരു സ്വപ്നം, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം. 2026 നിങ്ങളുടെ വീട്ടിലൊരു വിവാഹം നടക്കുന്നത്, 2026 നിങ്ങളുടെ വീട്ടിലൊരു വലിയ തീരുമാനം നിങ്ങൾ എടുക്കുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വലിയ പദ്ധതികൾ ചിലപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്വപ്നം അവർ കാണാൻ തുടങ്ങുന്നത് ഈ 2026 എല്ലാം ആരിൽ തുടങ്ങണം? പരിശുദ്ധാത്മാവിൽ തുടങ്ങുക, പരിശുദ്ധാത്മാവിൽ തുടരുക, പരിശുദ്ധാത്മാവിൽ പൂർത്തിയാക്കുക. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പൗലോസ്ലീഹ പറയാണ്, കൊരിന്തോസ്യർക്ക് കത്തെഴുതും പറയും, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈശോ തന്നെ പറഞ്ഞാണ്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാകും. പൗലോസ്ലീഹ പറയാണ്, പുത്രൻ എവിടെയുണ്ടോ, കർത്താവ് എവിടെയുണ്ടോ, കർത്താവിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ, മിനിസ്ട്രി ചെയ്യാൻ, ശുശ്രൂഷകളിൽ ഏർപ്പെടാൻ, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ, നിങ്ങളെ കർത്താവ് ഏൽപ്പിച്ച കാര്യം, സമൂഹം ഏൽപ്പിച്ച കാര്യം ഏറ്റവും അനുഗ്രഹമായിട്ട് പൂർത്തിയാക്കാൻ ഈ ഒരു സഹായകൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ട്. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുക. വലതുവരോർത്തി പറയാം ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം നിങ്ങൾ മിനിസ്ട്രിയിലൊക്കെ നിൽക്കുന്നവരുണ്ട്, പ്രാർത്ഥന ഗ്രൂപ്പുകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്, സഭ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ഇടവകയിലോ പ്രാർത്ഥന കൂട്ടായ്മയിലോ ചെയ്യുന്നവരുണ്ട്, ധ്യാന കേന്ദ്രങ്ങളുമായിട്ട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തതുപോലെയല്ല. ഇതിപ്പോൾ നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് കേട്ടോണ്ടിരിക്കുന്നത് ഞാനാണ്, ആദ്യം കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ, എൻ്റെ മനസ്സിൽ കൂടി ഇത് ആദ്യം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് എന്നോട് തന്നെ പറയണം, അച്ഛോ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഈ വർഷം അച്ഛൻ ആരിലൂടെ തുടങ്ങണം? അങ്ങനെയാണ് തുടങ്ങുന്നത്. എന്നാലും ഒന്നും കൂടെ പരിശുദ്ധാത്മാവിൽ തുടങ്ങി, പരിശുദ്ധാത്മാവിൽ തുടർന്ന്, പരിശുദ്ധാത്മാവിൽ പൂർത്തിയാക്കിയാൽ സൂപ്പർ. കർത്താവിന് സ്വീകാര്യമായൊരു വത്സരമാകും നമ്മുടെ എല്ലാം ജീവിതം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കെല്ലാം നന്നായിട്ട് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും, നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ നന്നായിട്ട് ചെയ്യാനല്ല കർത്താവ് വിളിച്ചേക്കുന്നത്. 2026 കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനല്ല കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്, കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ. ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റായ സഹായകനെ കൂട്ടുവേണം. ആരെ? നല്ല ഉറക്കപ്പറ, ആരെ? പരിശുദ്ധാത്മാവിനെ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. ചെയ്യുന്ന എല്ലാ പ്രവർത്തനം, ഒരു പേപ്പർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യട്ടെ, ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാട്ടെ, നിങ്ങളൊരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കാവട്ടെ, എന്തിലും എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവോട് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക. എല്ലാം നമ്മുടെ സ്വഭാവ രീതികൾ മാറാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം ചിലപ്പോൾ ഒരു 10, 20 തവണ, 30 തവണ, 40 തവണയൊക്കെ കുമ്പസാരിച്ചാണ്, എന്നിട്ടും ചില ദുശീലങ്ങൾ മാറുന്നില്ല, മാറ്റാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നവീകരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്, എല്ലാം പുതുതാക്കി മാറ്റും. വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം എടുക്കാം. വെളിപാട് പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ചൊക്കെ യോഹന്നാൻ ശ്ലീഹായ്ക്ക് ദർശനം കിട്ടുന്ന സമയമാണ്. അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് നല്ല ഉറക്കെ ഒന്ന് വായിച്ചേ. വെളിപാട് 21 അതിൻ്റെ 5-ാമത്തെ വാക്യം. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യമാണ്. ഒരു വചനത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് അതങ്ങ് എടുത്ത് വായിക്കാം നമുക്ക്. ഈ വചനം വിശ്വാസയോഗ്യമാണ്. ഏത് വചനം? ഇതാ ഞാൻ സകലതും നവീകരിക്കുന്നു. ഐ മേക്ക് എവറിത്തിങ് റിന്യൂഡ്. ഇതാരാ? ഞാൻ തീരുമാനിക്കുകയല്ല. ഈശോയെ 2026 ഞാനെല്ലാം സൂപ്പറാക്കി മാറ്റാൻ പോവാണ്, ഞാൻ എൻ്റെ ജീവിതം അങ്ങ് മാറ്റാൻ പോവാണ്. ഒരു മാറ്റം ഉണ്ടാവില്ല, മുറ്റത്ത് തന്നെ ഇങ്ങനെ കിടക്കും. നമ്മളെല്ലാ വർഷവും ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നില്ലേ? 8 നില പൊട്ടാറുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ, ഈ വർഷം തീരുമാനങ്ങൾ എടുക്കേണ്ടെന്നല്ല അച്ഛൻ പറയണം. ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, നിങ്ങൾ എടുക്കണം. കർത്താവിൻ്റെ കൃപ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ തീരുമാനങ്ങളും നിലനിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ 2025 ജനുവരി 1 തുടങ്ങിയത് 3-ാം തീയതി അവസാനിപ്പിച്ചതുപോലെ ഈ ജനുവരി തുടങ്ങിയത് ഫെബ്രുവരിയിൽ അവിടം വരെ ഒന്നും ചിലപ്പോൾ പോകത്തില്ല. എല്ലാം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതം. നമ്മളിപ്പോൾ ഇതെല്ലാം പൗലോസ്ലീഹ പറയുന്നില്ലേ, നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ സ്വീകരിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ പുതിയ വ്യക്തികളായിട്ട് തീരുക, കർത്താവിന് സ്വീകാര്യരായിട്ട് തീരുക. എങ്ങനെ? അതിന് സഹായമാണ് പരിശുദ്ധാത്മാവ്. എൻ്റെ വളരെ മോശമായ ജീവിത സാഹചര്യമായിരിക്കാം, എൻ്റെ കുടുംബാന്തരീക്ഷം മോശമായിരിക്കാം, എൻ്റെ പിന്നാമ്പുറത്ത് കിടക്കുന്നത് ഒരു കെട്ട കാലത്തിൻ്റെ ഓർമ്മകളായിരിക്കാം, എനിക്ക് ഒത്തിരി കോംപ്ലക്സുകൾ ഉണ്ടായിരിക്കാം. ഈ കുറവുകളോട് കൂടെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കുകയാണ്. ഈ കുറവുള്ള എന്നെ പരിശുദ്ധാത്മാവ് നിറച്ച് എന്നെ അനുഗ്രഹമാക്കുന്നു, അനുഗ്രഹിച്ച് എന്നെ അഭിഷേകത്തിലേക്ക് നയിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. കുറവുകൾ, വേദനകൾ കഴിഞ്ഞ കാലത്ത്, കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉണ്ടായ, ഇപ്പോൾ കർത്താവിന് സ്വീകാര്യമല്ലാത്തൊരു വർഷമൊക്കെ നമ്മൾ ജീവിച്ചു. കഴിഞ്ഞ ഒരു ആയുസ് മുഴുവൻ ചിലപ്പോൾ മോശമായിട്ട് ജീവിച്ചു കാണും. ഒന്ന് കയറി വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, എല്ലാം ഒന്ന് പുതുതാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളല്ല, പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചേ ഇതെല്ലാം പരിശുദ്ധാത്മാവ് നവീകരിക്കും. വെളിപാട് 21:5 സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലതും ഞാൻ നവീകരിക്കുന്നു. അപ്പം നമുക്ക് ചില ജീവിത സാഹചര്യം, ഒരു കാര്യത്തിൻ്റെ മേലെ ഒരു തീരുമാനം എടുക്കണം. ഇതിങ്ങനെ കെട്ടിക്കിടക്കാണ് ഈ ഒരു അവസ്ഥ.
ഇതിൽ നിന്ന് കയറി വരണം. അതിന് ആരുടെ സഹായം വേണം? പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. വചനത്തെ നമ്മൾ വായിക്കുക, യെശയ്യാ-പ്രവാചകന്റെ പുസ്തകത്തിൽ 61:1 മുതലുള്ള വാക്യങ്ങളിൽ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, സുവിശേഷം അറിയിക്കാൻ, മോചനം നൽകാൻ, സ്വാതന്ത്ര്യം നൽകാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന, നമ്മൾ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന നമ്മുടെ ജീവിതം, നമ്മൾ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന ചില മനുഷ്യർ, അതിലെല്ലാം ഒരു സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായൊരു വത്സരവും സാധ്യമാവുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് കാര്യങ്ങൾ വെടിയിട്ടുന്നില്ലേ? അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ഈ വർഷം മുഴുവൻ അങ്ങ് നിറഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചോളുക. വായിക്കുന്ന ഓരോ വചനത്തിലും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സാധിക്കുന്നിടത്തോളം കൂടെ കുമ്പസാരിക്കുക. വിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഓരോ കൂദാശയിലും പരിശുദ്ധാത്മാവിൻ്റെ കാറ്റുണ്ട്. ഓരോ കൂദാശയിലും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങും. നിങ്ങളുടെ ജീവിതങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങൾ ഇങ്ങനെ ഓരോ മണിക്കൂറിലും ഓരോ ദിവസവും നവീകരിക്കപ്പെടും. ഈ വർഷം പൂർത്തിയാക്കുമ്പോൾ, 2026 പൂർത്തിയാകുമ്പോൾ തിരിച്ചു നോക്കുമ്പോൾ പറയാൻ പറ്റുന്നതായിരിക്കും, ദിസ് ഈസ് ദ ഇയർ ഓഫ് ലോർഡ്സ് ഫേവർ. കർത്താവിന് സ്വീകാര്യമായ ഒരു വത്സരമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും എനിക്കും പറയാൻ പറ്റണം. വലതൊരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വർഷം നൈറ്റ് വിജിലിന് ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് പറയാൻ പറ്റേണ്ടത് ഒറ്റ കാര്യമായിരിക്കും, കടം മാറി, രോഗം മാറി, വേദന മാറി, ഒന്നുമല്ല, ഞാൻ ഈ കൊല്ലം എങ്ങനെ ജീവിച്ചു? എങ്ങനെയോ ജീവിച്ചു. ആണോ? അല്ല. എങ്ങനെ ജീവിച്ചു? അടിപൊളിയായിരുന്നു. അങ്ങനെയാണോ? കർത്താവിന് സ്വീകാര്യമായിരുന്നു. കർത്താവിന് സ്വീകാര്യമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ? ദാനിയേൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാലാഖ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, എന്ന് വെച്ചാൽ ഈ വർഷം അവസാനിക്കുമ്പോൾ കർത്താവിന് നമ്മളെ നോക്കി പറയാണ്ട്, എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പരിശുദ്ധ അമ്മയോട് തന്നെയല്ലേ പറഞ്ഞ, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കും, ദൈവസന്നിധിയിൽ നീ ഇഷ്ടം കണ്ടെത്തിയിരിക്കും, കർത്താവിന് നിന്നെ ഇഷ്ടപ്പെട്ടു. ദാനിയേലിനെ നോക്കി പറഞ്ഞ പോലെ, പരിശുദ്ധ അമ്മയെ നോക്കി പറഞ്ഞ പോലെ ഈ വർഷത്തിൻ്റെ ഒടുക്കം നമ്മളെ നോക്കി പറയണം. അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം കർത്താവ് നമ്മളെ നോക്കി പറയണം, ഇന്ന് നീ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കർത്താവിന് സ്വീകാര്യമായ ഒരു വർഷം മാത്രമല്ല, ഓരോ ദിവസവും കർത്താവിന് സ്വീകാര്യമാകണം. അതിന് ആര് സഹായം വേണം? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ടാവണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പുറമേ നമ്മളിങ്ങനെ വലിച്ച് പുറകോട്ട് വലിക്കുന്നതെല്ലാം ഉപേക്ഷിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ഒരു സിനിമ കാണുന്നത് നല്ലതാണ്. ഈ ദ മിഷൻ എന്ന് പറഞ്ഞൊരു സുന്ദരമായൊരു സിനിമയുണ്ട്. ഇംഗ്ലീഷാണോ പോർച്ചുഗീസാണോ, എന്തായാലും ഇംഗ്ലീഷിലതുണ്ട്, മലയാളത്തിൽ അതിൻ്റെ തർജ്ജമയൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറ്റ്ലീസ്റ്റ് ആ സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ആ കഥയൊന്ന് വായിക്കുന്നത് നല്ലതാണ്. ശരിക്കും കഥയുള്ള ഒരു ഒറിജിനൽ സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു സിനിമയാണ്. അപ്പം അത് പിന്നെ ആഫ്രിക്കയിലാണെന്ന് തോന്നുന്നു, ഏതോ ഒരു എനിവേ ഒത്തിരി വികസനം എത്തി നോക്കാത്തൊരു, ഒത്തിരി പിന്നോക്കം നിൽക്കുന്നൊരു സ്ഥലത്തേക്ക് ഈ ജെസ്യൂട്ട് മിഷണറിമാർ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി പോകുന്ന ആ ഒരു സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രഭുകുമാരൻ, പോർച്ചുഗീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ, ഡിപ്പെൻഡിങ് ഓൺ മൈ മെമ്മറി. ഈ പോർച്ചുഗലിലെ ഒരു പ്രഭുകുമാരൻ ഈ അച്ഛന്മാരോട് പറയാണ്, എനിക്കും നിങ്ങളുടെ കൂടെ വരണം. അപ്പം അദ്ദേഹം ഭയങ്കര ഒരു ക്രേസി ആയിട്ടുള്ള ആളാണ്, ഭയങ്കര അഡ്വഞ്ചറസ് ആയ ആളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സുവിശേഷം പ്രഘോഷിക്കാനല്ല, ഇങ്ങനെ കാട്ടിലൊക്കെ പോവുക, അങ്ങനെയൊക്കെ കുറേ പരിപാടികളൊക്കെ കാണിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ അച്ഛന്മാരും മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി പോവാണ്, ജെസ്യൂട്ട് വൈദികർ. അപ്പോൾ ഈ ചേട്ടൻ, ഈ ഒരു പ്രഭുകുമാരനും പറയാണ്, എനിക്കും കൂടെ പോരണം. അച്ഛന്മാർ പറഞ്ഞു, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള യാത്രയാണ്, കപ്പൽ യാത്രയുണ്ട്, അതിനുശേഷം നമ്മൾ ആ ദ്വീപിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളെയൊക്കെ നേരിട്ടിട്ട് വേണം, ഈ മല കയറിയിട്ട് വേണം ഇവർ താമസിക്കുന്ന ഈ ഒരു കുഞ്ഞു ഗ്രാമത്തിലേക്ക് ചെല്ലാൻ. അവിടെ പോയാലും ഭക്ഷണ സൗകര്യമോ താമസ സൗകര്യമോ ഒന്നുമില്ല. ഈ പ്രഭുകുമാരൻ ആ വീട്ടിൽ താമസിച്ച പോലെ അങ്ങനെയൊന്നും താമസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ മരത്തിൻ്റെ ചോട്ടിലൊക്കെ കിടന്നുറങ്ങേണ്ടി വരും, ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇയാൾ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഇച്ചിരി അഡ്വഞ്ചറസ് ആണ്, ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ കപ്പലിൽ യാത്ര ചെയ്യുന്നു. ഈ പ്രഭുകുമാരൻ അയാളുടെ വാള്, അയാളുടെ ആയുധങ്ങളൊക്കെ ഒരു സഞ്ചിക്കെട്ടിൽ എടുത്തിട്ടുണ്ട്. കുറേ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ഒരു സഞ്ചിയിൽ ഇങ്ങനെ കെട്ടായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ കപ്പലിൽ യാത്ര ചെയ്യുന്നു. ഒരു സ്ഥലത്തെത്തുമ്പോഴത്തേനും വലിയൊരു കപ്പൽ ഛേദം പോലെയോ എന്തൊക്കെയൊക്കെ സംഭവിക്കണു. എല്ലാവരും കൂടെ വെള്ളത്തിലേക്ക് വീഴുന്നു, നീന്തി കയറാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ അച്ഛന്മാർ പറയുന്നുണ്ട് ഈ പ്രഭുകുമാരനോട്, ഈ ബാണ്ടക്കെട്ട് കളയുക. അപ്പോൾ ഈ കുമാരൻ പറയുന്നുണ്ട്, എനിക്കിത് കളയാൻ പറ്റും, കാരണം അത്രയും പ്രഷ്യസ് ആണ്. എൻ്റെ വാള്, ഞാൻ നേടിയെടുത്ത കുറച്ച് കാര്യങ്ങൾ, ഞാൻ പൊതിഞ്ഞു കെട്ടിയ എൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ അവിടെ ഇരിക്കുകയാണ്. എനിക്കിത് കഴിഞ്ഞ് തിരിച്ച് ചെന്നിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അച്ഛന്മാർ പറഞ്ഞത് ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ പറ്റില്ല. പക്ഷേ ഭയങ്കര മിടുക്കനായിരുന്ന ഇയാൾ ഇങ്ങനെ, ഈ പ്രഭുകുമാരൻ അങ്ങനെ അതിൽ കൂടെയൊക്കെ നീന്തി കയറി കരയ്ക്കെത്തി യാത്ര മുമ്പോട്ട് പോകുന്നു. ഒരു മലയിടുക്കൊക്കെ പിടിച്ചു കയറണം.
അങ്ങനെ ഇതിൻ്റെ മുകളിൽ എത്തണം. ഈ ഗ്രാമത്തിൽ ആൾക്കാർ താമസിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു വലിയ കയറ്റം കയറിയൊക്കെ എത്തണം. ഈ മെലിഞ്ഞുണങ്ങിയ അച്ഛന്മാർ ഇന്നത്തെ പോലെ എന്നെ പോലെ തടിയന്മാരച്ഛന്മാരല്ല. അപ്പോൾ മെലിഞ്ഞുണങ്ങിയ അച്ഛന്മാരെല്ലാം പെട്ടെന്ന് കയറിപ്പോന്നു. ഈ പ്രഭുകുമാരനും കയറിപ്പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഏറ്റവും മുകളിലെത്തുമ്പോൾ ഒരു വേരുണ്ട്. ഒരു വേര് ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. ആ വേരിനിടയുടെ നൂണ്ട് കയറിയിട്ട് വേണം മുകളിലേക്ക്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ പ്രഭുകുമാരന് കയറാൻ പറ്റുന്നില്ല. കാരണം ഇയാൾ കയറാൻ ശ്രമിക്കും തോറും ഈ തോളെ കിടക്കുന്ന ഈ ഭാണ്ഡക്കെട്ട് ഇങ്ങനെ വന്ന് ഇടിച്ച് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്നിട്ട് അച്ഛന്മാർ പറയുന്നുണ്ട്, കുമാര ഇത് തട്ടിക്കള, ഇത് കളയാണ്ട് കയറാൻ പറ്റില്ല. പക്ഷെ ഇയാൾ വിട്ട് കളയുന്നില്ല. ഒരു 2 ക്ലൈമാക്സ് ഈ സിനിമയ്ക്ക്, ഈ കഥയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ പിന്നീട് വായിച്ചിട്ടുള്ളത്. അതായത് ഒന്ന്, ഇയാളിത് കളഞ്ഞ് അതിനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ് സങ്കടപ്പെട്ട് എങ്കിലും മോളിൽ കയറി. മറ്റൊന്ന്, കേട്ട ഒരു കഥ ഇങ്ങനെയാണ്, ഇയാളിത് വിട്ട് കളയാൻ തയ്യാറായില്ല. അവസാനത്തെ ഒരു കയറ്റത്തിന് വേണ്ടി ഇയാൾ ശ്രമിച്ചപ്പോൾ ആ വേരയിലേക്ക് ഈ ഭാണ്ഡക്കെട്ട് ഉടങ്ങി ഇയാൾ അത്രയും വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ് ഇയാൾ കൈയും കാലും ഒടിഞ്ഞ് വലിയ ബുദ്ധിമുട്ടിലേക്കാകാണ്. രണ്ടിൻ്റെ അവസാനം ഏതെങ്കിലും ആവട്ടെ. ഇപ്പം ഈ ഒരു സിനിമാ സ്റ്റോറി ഇല്ലെങ്കിൽ ഈ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കഥ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, പുതിയൊരു വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഭാണ്ഡക്കെട്ട് നന്നായിട്ടൊന്ന് ഉപേക്ഷിച്ച് കളഞ്ഞേക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നൊരു ജീവിതം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകളെ ഉപേക്ഷിച്ചേ മതിയാവും. നമുക്ക് ചിലതൊക്കെ വിട്ടുകളയാൻ പറ്റുന്നുണ്ടാവില്ല. ചില ഓർമ്മകൾ, ചില സങ്കടങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഓർത്തോർത്ത് വീണ്ടും വീണ്ടും വേദനിക്കുന്നവർ. ചില ധ്യാന പ്രഭാഷണങ്ങളിൽ അനുഭവ സാക്ഷ്യങ്ങൾ കേട്ട് വീണ്ടും വീണ്ടും കരയുന്ന ആൾക്കാരുണ്ട്. അത് കേൾക്കുമ്പോൾ പിന്നെ ഒരു ആശ്വാസമല്ല, അത് നിങ്ങളുടെ മുറിവിൻ്റെ മേൽ പിന്നെയും നിങ്ങളിങ്ങനെ ഉപ്പ് വാരി തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണങ്ങുകയല്ല, പഴുക്കുന്ന വേദനകളാണ് പിന്നെയും ഉണ്ടാകുന്നത്. കഴിഞ്ഞ കാലത്തിൻ്റെ ചില കെട്ട ഓർമ്മകളെ, സങ്കടങ്ങളെ, പ്രത്യേകിച്ച് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ നിങ്ങളൊന്ന് ക്ഷമിച്ച് ഉപേക്ഷിച്ചേ മതിയാവും. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഇന്ന് ഈ സമയത്ത് നിങ്ങളോടൊന്ന് വളരെ സീരിയസ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ ആളുകൾ വിഷമിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ ആളുകൾ വിഷമിപ്പിച്ചിട്ടുണ്ട്. ശരിയാണോ? ഉണ്ട്. ക്ഷമിക്കാൻ പറ്റാത്ത സങ്കടങ്ങൾ തന്നെ ആൾക്കാരുണ്ട്, വേദനിപ്പിച്ചവരുണ്ട്. ഉപേക്ഷിച്ച് കളയാനും ക്ഷമിക്കാനും പറഞ്ഞാൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും അത്ര എളുപ്പമൊന്നുമല്ല. അയ്യടാ മോനെ, അല്ല നിങ്ങൾ പറയാം എളുപ്പമാണോ? അത് വേദനയുടെ കട്ടി പോലെ ഇരിക്കും, ക്ഷമയുടെ ഒരു സ്പീഡും. എളുപ്പമൊന്നുമല്ല. പക്ഷേ ഇന്ന് ഈ സമയത്ത് ഈ വചനം കേൾക്കുന്ന ഈശോയുടെ മക്കൾ, നിങ്ങളെല്ലാം ഓരോരുത്തരോടും ഞാൻ എന്നോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യു ഫോർഗീവ്. നിന്നോട് തന്നെ ഒന്ന് ക്ഷമിക്കുക. വേദനിപ്പിച്ചവരോടല്ല, വേദന അനുഭവങ്ങളോടല്ല. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ക്ഷമിക്കാൻ ശ്രമിക്കുമായിരിക്കും. യു ഫോർഗീവ് യുവർ സെൽഫ്. എത്ര ഡീപ്പായിട്ടത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ, നിങ്ങളുടെ ആ പഴയ മനുഷ്യനെ നിങ്ങളൊന്ന് ക്ഷമിച്ച് ഉപേക്ഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അയാളെ അങ്ങ് കെട്ടിയിടരുത്. നമ്മളിപ്പോൾ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോഴും പഴയ മനുഷ്യനെ നമ്മൾ ക്ഷമിച്ചുപേക്ഷിച്ചില്ലെങ്കിൽ ഈ ചിന്ത കയറി വരും. ഇപ്പോൾ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അയാൾ വിജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പരീക്ഷ എഴുതിയത്, പക്ഷേ തോറ്റുപോയി. ഇപ്പോൾ പരീക്ഷയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തോറ്റുപോയ ആ പഴയ വിദ്യാർത്ഥിയോട് ക്ഷമിച്ചില്ലെങ്കിൽ ഇപ്പം പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോഴും ആ തോറ്റയാൾ കയറി വരും. അയാളെ ക്ഷമിച്ചുപേക്ഷിച്ചാൽ മാത്രമേ പുതുതായിട്ട് പഠിക്കാൻ, പുതുതായിട്ട് സ്വപ്നം കാണാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായില്ലെങ്കിൽ പതുക്കെ മനസ്സിലായിക്കോളും. കട്ടികൂടിയ ലാംഗ്വേജ് അല്ല പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയെങ്കിലും ഇത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് പതുക്കെ മനസ്സിലാക്കി എടുത്താൽ മതി. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്കിഷ്ടപ്പെടാത്ത നിങ്ങളോട് നിങ്ങൾ ക്ഷമിക്കണം. കഴിഞ്ഞ വർഷം ചില തെറ്റുകൾ, ചില ദുശീലങ്ങളിൽ പെട്ടുപോയി സ്വയം നശിപ്പിച്ച് കളഞ്ഞ നിങ്ങളുടെ പാസ്റ്റിനോട് നിങ്ങൾ ക്ഷമിച്ച് ഉപേക്ഷിക്കണം. ഈശോയുടെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തോട് ക്ഷമിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യരെ കണ്ടിട്ടില്ലേ, സ്വയം ഇങ്ങനെ ശപിക്കുന്ന മനുഷ്യർ അല്ലേ, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുന്ന മനുഷ്യരെ അവർ ക്ഷമിച്ചിട്ടില്ല. ആരോട്? അപ്പനോടും അമ്മയോടും ഒന്നല്ല, സാഹചര്യങ്ങളോടല്ല, അവരവരോട് തന്നെ ക്ഷമിച്ചിട്ടില്ല. ഇതൊരു വലിയ പാഠമായിട്ടൊന്നൊരു ഒരു ഹൃദയത്തിലോട്ട് ഇതൊന്ന് ഏറ്റെടുക്കണേ. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച എല്ലാ ദുഃഖങ്ങളോടും, നിങ്ങൾ തന്നെ വരുത്തിവെച്ച ദുഃഖങ്ങളോട്, സങ്കടങ്ങളോട്, കുറവുകളോട് പ്ലീസ് ഫോർഗീവ്. ക്ഷമിച്ചാൽ മാത്രമേ കെട്ടുകൾ അഴിയുള്ളൂ. കെട്ടുകൾ അഴിഞ്ഞാൽ മാത്രമേ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. സ്വാതന്ത്ര്യം ഉള്ളിടത്ത് പരിശുദ്ധാത്മാവ് ചിറകടിച്ച് നടക്കും. നിങ്ങൾക്ക് പിന്നെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം.
നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതെവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ ആരും അറിയുന്നില്ല. ഇങ്ങനെയാണ് ആത്മാവിൽ നയിക്കപ്പെടുന്നവരും. ഇങ്ങനെ കാറ്റുപോലെ നടക്കാൻ പറ്റും, എവിടെയും കെട്ടിയിടപ്പെടാതെ, ഒരു ദുശീലങ്ങൾക്കും അടിമപ്പെടാതെ, ഒരു സങ്കടങ്ങൾക്കും വീണു പോവാതെ, ഒരു പിശാചിനും കൈ കൊടുക്കാതെ നല്ല സ്വാതന്ത്ര്യത്തോടെ കാറ്റ് വീശുന്നത് പോലെ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങളോട് തന്നെ നിങ്ങൾ ക്ഷമിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ മേൽ ശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എന്നിട്ട് തന്നെ ഈശോ പറഞ്ഞു, എന്നിട്ട് പോയി 2 അത്ഭുതം പ്രവർത്തിക്കുവിൻ, എന്നിട്ട് 2 ധ്യാനം നടത്തുവിൻ എന്നാണോ ഈശോ പറഞ്ഞത്? അല്ല, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. തൊട്ടടുത്ത വചനം എന്താ? നിങ്ങൾ ആരുടെ തെറ്റുകൾ ക്ഷമിക്കുന്നോ അത് ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെ തെറ്റ് കെട്ടുന്നോ അത് കെട്ടപ്പെടും. ആദ്യം ക്ഷമിക്കേണ്ടത് ആരോടാണ്? നമ്മളോട് തന്നെ, നമ്മുടെ കഴിഞ്ഞ വർഷത്തോട്. പ്ലീസ് ഫോർഗീവ്. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, ആ തെറ്റുകൾ ചെയ്ത നമ്മളോട്, എന്നോട്, നിങ്ങളോട് ക്ഷമിക്കുക. ക്ഷമിക്കുന്നിടത്ത് സ്വാതന്ത്ര്യം ഉണ്ടാകും. സാധാരണ നമ്മൾ ക്ഷമയെക്കുറിച്ചൊക്കെ കേൾക്കുന്നത് അപ്പനോട് ക്ഷമിക്കുക, അമ്മച്ചോട് ക്ഷമിക്കുക, ജീവിത പങ്കാളിയുടെ മക്കളോടൊക്കെ ക്ഷമിക്കുക എന്നാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. നമ്മൾ ഒത്തിരി സങ്കടപ്പെട്ടിരുന്ന ഒരാളില്ലേ? കഴിഞ്ഞ വർഷം സങ്കടപ്പെട്ടിരുന്ന ഒരാൾ, കഴിഞ്ഞ വർഷം നിരാശപ്പെട്ട ഒരാൾ, കഴിഞ്ഞ വർഷം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ഒരാൾ, കഴിഞ്ഞ വർഷം തെറ്റായ തീരുമാനങ്ങൾ എടുത്ത ഒരാൾ, കഴിഞ്ഞ വർഷം വെറുതെ ഇരുന്ന് കരഞ്ഞ ഒരാൾ, ആ ആളോട് നിങ്ങൾ ക്ഷമിക്കുക. അതാരാണ്? ഞാൻ തന്നെ. അയാളോട് ക്ഷമിക്കുക. കാരണം അയാളോട് ക്ഷമിക്കാൻ വേറെ ആരും ഈ ലോകത്തിലില്ല. ആരുമില്ല. യു ഫോർഗീവ് യുവർസെൽഫ്. വലിയ സ്വാതന്ത്ര്യം കിട്ടും. പരിശുദ്ധാത്മാവ് സഹായിക്കാൻ പോകുന്നത് ക്ഷമിക്കുന്ന വ്യക്തികളോടാണ്. ലോകത്തെ നമ്മളെ വിഷമിപ്പിച്ചവരോട്, നമ്മളോട് അനീതി കാണിച്ചവരോടൊക്കെ ക്ഷമിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളോട് തന്നെ ഒന്ന് ക്ഷമിക്കുക. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. നമ്മൾ ക്ഷമിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ സകലതും പരിശുദ്ധാത്മാവ് നവീകരിക്കും. പിന്നെ നയിക്കുന്നത് മുഴുവൻ ആരായിരിക്കും? പരിശുദ്ധാത്മാവ്. പറഞ്ഞേ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം, ബാക്കി പറഞ്ഞു, ദൈവത്തിൻ്റെ മക്കളാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം ഒരിക്കലും മറന്നുപോലെ. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നവർക്കുള്ള അഡ്രസ്സ് എന്താണ്? നമ്മൾ പിന്നെ ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളെങ്കിൽ അവകാശികളാണ്. 2026 അനുഗ്രഹമാവാനും സംവത്സരം കർത്താവിന് സ്വീകാര്യമായി തീരാനും വേണ്ടി നമ്മൾ ഒറ്റ കാര്യം തീരുമാനിച്ചാൽ മതി: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക. നമ്മളെ ആര് നയിക്കണം? പരിശുദ്ധാത്മാവ് നയിക്കണം. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 11-ാമത്തെ അധ്യായം, ഐസയ്യാ ചാപ്റ്റർ 11, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായം, ഇമ്മാനുവേൽ പ്രവചനവും ഭാവി രാജാവിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഏശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞിരുന്ന മറ്റൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മിലേക്ക് നിറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറേ അധികം, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കുറേയും കൂടെ കൃപ നിറയുന്നത് എങ്ങനെയാണ്? ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. സാധിക്കും നിങ്ങൾ ആ വചനം ഒന്ന് കാണാപ്പാടം പഠിക്കുകയും അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ലതാണ്. വായിച്ചേ, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ഇതിങ്ങനെ പ്രാർത്ഥിച്ചേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ആവസിക്കും എന്ന് വെച്ചാൽ എന്നെ പൊതിഞ്ഞങ്ങ് പിടിക്കും, എന്നെ പരിശുദ്ധാത്മാവ് നയിക്കും. ആ ആത്മാവിൻ്റെ പ്രത്യേകത എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത ഉറക്കെ വായിച്ചേ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഇപ്പം നമ്മുടെ മേൽ ആവസിക്കേണ്ട പരിശുദ്ധാത്മാവ്, പുതിയൊരു വർഷത്തെ മുന്നോട്ട് നയിക്കേണ്ട, ഓരോ ദിവസവും നമ്മുടെ തീരുമാനങ്ങളെ മുന്നോട്ട് നയിക്കേണ്ട പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. അപ്പം ജ്ഞാനം നിറയുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: അങ്ങ് സ്വർഗത്തിൽ നിന്ന്, ഉന്നതത്തിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ജ്ഞാനത്തെയും അയച്ചില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആര് അറിയും? ഇപ്പം അടുത്തൊരു വർഷം ഞാൻ എടുക്കേണ്ട തീരുമാനങ്ങൾ, അടുത്തൊരു ദിവസം ഞാൻ എടുക്കേണ്ട തീരുമാനം, ഇത് ദൈവഹിതപ്രകാരമാണോ എന്നറിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അറിവ് പോരാ. എന്ത് വേണം? ജ്ഞാനം വേണം. ജ്ഞാനം ആര് തരും? പരിശുദ്ധാത്മാവ് തരും. യാക്കോബ് 1:5, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ, അവർക്കത് ലഭിക്കും. ജ്ഞാനത്തിൻ്റെ ആത്മാവ്. 2-ാമത്തെ ഒരു കാര്യമുണ്ട്, വിവേകത്തിൻ്റെ ആത്മാവ്. വിവേകം എന്ന് വെച്ചാൽ എന്താ? നല്ല അറിവുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, നല്ല ആലോചന ശക്തിയുണ്ട്. വിവേകം ഇല്ലെങ്കിൽ പോയില്ലേ. എൻ്റെ ആത്മീയ ഗുരു എന്നോട് പറഞ്ഞ, മോനെ നിന്നെ ഒത്തിരി ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട്, ഒരു വരത്തിന് വേണ്ടി നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്തിന്? വിവേകം എന്ന വരം.
ആരോട് എപ്പോൾ എങ്ങനെ എന്തിന് എങ്ങനെ പറയണം എന്ന് നിന്നെ സഹായിക്കുന്നത് വിവേകം എന്ന വരമാണ്. അതെനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും അല്ലേ. ചില സമയത്ത് നമ്മൾ വായി വരുന്നതൊക്കെ വിളിച്ച് പറയില്ലേ, അച്ഛൻ അൾത്താരെ എന്ന് വിളിച്ച് പറയുന്നതല്ല കേട്ടോ, അത് വായി വരുന്നതല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ചില സമയത്ത് നമ്മൾ പറയല്ലേ, അയ്യോ ആളെ ശ്രദ്ധിക്കാണ്ട് മണ്ടത്തരം വിളിച്ച് പറഞ്ഞു പോയി, ആളെ ശ്രദ്ധിക്കാണ്ട് പെട്ടെന്നൊരു അഭിപ്രായം പറഞ്ഞു പോയി, ആളെ ശ്രദ്ധിക്കാണ്ട് അല്ലെങ്കിൽ സാഹചര്യത്തെ ശ്രദ്ധിക്കാതെ പെട്ടെന്നൊരു പൊട്ട തീരുമാനം എടുത്തു പോയി. എന്തിൻ്റെ കുറവാണ്? വിവേകം. അതുകൊണ്ട് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം, ജ്ഞാനം കിട്ടണം, വിവേകവും കൂടെ കിട്ടണം. ഏത് സമയത്ത് എങ്ങനെ തീരുമാനിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേകമാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തൊരു വചനം, അതിൻ്റെ ഭാഗം ഇങ്ങനെ വായിച്ചേ, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്. ഇപ്പോൾ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്നാ, നമുക്കിങ്ങനെ ഒരു ചിന്തിക്കാം. നമ്മളിപ്പോൾ ഒരാളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം എൻ്റെ മുമ്പിലുണ്ട്, എനിക്കിങ്ങനെ ഒരു സ്വപ്നമുണ്ട്, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ചേട്ടൻ്റെ അഭിപ്രായം എന്താ, ചേച്ചിയുടെ അഭിപ്രായം എന്താണ്, അച്ഛൻ്റെ അഭിപ്രായം എന്താ, സിസ്റ്ററിൻ്റെ അഭിപ്രായം എന്താ? എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടാവും അല്ലേ. അവരുടെ പ്രായം അവർ പറയത്തില്ലെങ്കിലും നാട്ടുകാരുടെ അഭിപ്രായം പറയാൻ നമുക്ക് എല്ലാവർക്കും നല്ല ഒരു ഉന്മേഷമാണ്. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. ശരിയാണോ? നിങ്ങൾക്ക് അങ്ങനെ കിട്ടാറില്ലേ? ഒത്തിരി ഉപദേശങ്ങൾ കിട്ടാറുണ്ട്, എനിക്ക് കിട്ടാറുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട്. ഇതിലേതാ പരിശുദ്ധാത്മാവ് തരുന്നത്? സ്ഥിരമായി കർത്താവിൻ്റെ സ്വരം കേൾക്കുന്ന ഒരാൾക്കേ മനസ്സിലാവുള്ളൂ ഈ ഉപദേശം പരിശുദ്ധാത്മാവിൽ നിന്നാണോ അതോ വേറെ വല്ല ആത്മാവിൽ നിന്നാണോ. നമ്മളിങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ പറ്റി പോകാറില്ലേ, അയ്യോ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് അങ്ങനെ ചെയ്തു പോയതാണ്, മണ്ടത്തരമായി. നാട്ടുകാരുടെയോ വീട്ടുകാരുടെയോ ഉപദേശമല്ല, അത് കേൾക്കേണ്ടെന്നല്ല കേട്ടോ, അതൊക്കെ കേട്ടോണം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ മാതാപിതാക്കളോടെ പോലും എന്നോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ മാത്രമേ അതെനിക്ക് അനുഗ്രഹമായിട്ട് മാറുകയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു ഉപദേശമാണ്, എല്ലാവരുടെയും ഉപദേശം കേൾക്കാൻ വേണ്ടി പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം. ആരുടെ വാക്ക് കേൾക്കണം? പരിശുദ്ധാത്മാ. ആ ആത്മാവ് നിറഞ്ഞാൽ ഉപദേശത്തിൻ്റെ ആത്മാവാണ്. നീ നടക്കേണ്ട വഴി നിനക്ക് പറഞ്ഞു തരുന്ന കർത്താവിൻ്റെ ആത്മാവ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്. പ്രവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മൾ നയിക്കപ്പെടുന്നത് ആത്മാവിലാണ്, ബലത്തിലല്ല, മറ്റ് ശക്തിയിലല്ല, മറ്റ് കൃപകളിലല്ല, മറ്റ് ആരോഗ്യത്തിലല്ല, മറ്റ് ബുദ്ധിശക്തിയിലല്ല, ആത്മാവിൽ നയിക്കപ്പെടുന്നവരായി മാറുന്നു. ആത്മാവിൻ്റെ ശക്തിയാൽ നയിക്കപ്പെടുന്നവരായി മാറുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തിങ്ങനെയാണ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അറിവെന്ന് വെച്ചാൽ ശരിയായ കാര്യങ്ങൾ അറിയാൻ, ആവശ്യമില്ലാത്തൊക്കെ ഉപേക്ഷിക്കാൻ, എന്നിട്ട് ഈശോയിൽ ആശ്രയിച്ച് അറിവ് വർദ്ധിച്ചു. അഹങ്കാരം കൂടുകയല്ല, അറിവുണ്ടെങ്കിലും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു. ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും കർത്താവിൽ മുറുകെ പിടിച്ചുകൊണ്ട്, ലോകത്തിൽ നമ്മുടെ കാലുകൾ ഊന്നി നിൽക്കുമ്പോഴും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ജീവിക്കണമെങ്കിൽ അറിവും ദൈവഭക്തിയും ഒരുപോലെ നമുക്ക് വേണം. ദൈവഭക്തി ഇച്ചിരി കൂടിയാലും ഒട്ടും കുഴപ്പമില്ല, അറിവ് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ അത് രണ്ടും നമുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടൊരു ബാലൻസ് കീപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പം നമ്മുടെ ഭാവി രാജാവിനെ കുറിച്ച് പറയുന്നു, നമ്മുടെ ഭാവി അനുഗ്രഹമായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൂടിയേ തീരൂ. ആത്മാവിൽ സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യം ഉള്ളിടത്ത് ആ കാറ്റടിക്കും, കാറ്റ് വീശുന്നിടത്ത് കരികിലയോ ചപ്പോ ചവറോ ഒന്നും കിടക്കില്ല. ഇനി ചവറൊക്കെ കൂടി ചാരം മൂടി ഈ തീ എന്ന് കെട്ടുപോയി കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ കനലിൻ്റെ മേലെ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കുമ്പോൾ വീണ്ടും തീ ആളിക്കത്തിക്കോളും. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. 2026 അങ്ങനെ ഒരു അഭിഷേകത്തിൻ്റെ വർഷമായിട്ട് മാറട്ടെ. ഈ കൊല്ലം കേക്ക് കട്ട് ചെയ്താലും ഇല്ലേലും, അടുത്ത വർഷം കേക്ക് കട്ട് ചെയ്താലും ഇല്ലേലും, ഈ വർഷം എന്നതായിരിക്കണം? എനിക്ക് പറഞ്ഞേ, എന്നതായിരിക്കണം? കർത്താവിന് സ്വീകാര്യമായ വർഷമായിരിക്കണം. കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഈ കൊല്ലം ജോലി മേടിക്കുമോ? അറിയത്തില്ല. ഈ കൊല്ലം പാസ്സാവുമോ? അറിയത്തില്ല. ഈ കൊല്ലം ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിളിക്കുമോ? അറിയില്ല. ഈ കൊല്ലം കല്യാണം നടക്കുമോ? അറിയത്തില്ല. ഈ കൊല്ലം കുഞ്ഞുണ്ടാവോ? ഒരു പിടിയില്ല. പക്ഷേ എന്നാ സംഭവിച്ചാലും, നല്ലതായാലും മോശമായാലും, ഈ കൊല്ലം നിങ്ങൾക്ക് കൊണ്ട് തന്നാലും ഈ വർഷം എങ്ങനെ ആയിരിക്കണം? നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെ ആയിരിക്കണം? കർത്താവിന് ഇത് സ്വീകാര്യമായ വർഷമായിരിക്കണം. നമ്മളെ നോക്കി ഈശോ പറയണം, കൊള്ളാം കൊള്ളാം, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ.